മാനവ് രാജേഷിൻ്റെ അമ്മയാണ്. ആക്ച്വലി ഈ 10 days ആയിട്ടും എൻ്റെ മോൻ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനൊരു ഇത് ആക്ച്വലി സാർ വന്നിട്ടുണ്ടായിരുന്നു. ഭാരത് മാതാ ഇതിലാണ് പഠിക്കുന്നത്, CBSE. അപ്പോൾ സാർ അവിടെ പോയിട്ടുണ്ടായിരുന്നു. മോൻ എന്നെ കൊണ്ട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു അമ്മ നല്ലൊരു ഇതായിരുന്നു, ഒരു ചെറിയൊരു സെഷൻ ആയിരുന്നു, നല്ലതായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് മൈൻഡിലുണ്ടായിരുന്നു ഇത് ചേർത്തണം. പക്ഷേ എന്താ അറിയില്ല, എനിക്കത് പോയി ഇതായില്ല. പിന്നെ എൻ്റെ സിസ്റ്റർ ഇൻ ലോൻ്റെ മോളാണ് അങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ഉണ്ട് ഇവിടെ മോനും അവൻ്റെ മോനും കൂടി വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അവനും അങ്ങനെ ഒരു ചിന്ത തോന്നി, അതിന് എനിക്കും പോകണം എന്ന്. അവൻ പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടത്. അതിൽ ആക്ച്വലി വീട്ടിലും അവൻ ഇരിക്കുമ്പോൾ അവന് സമയം, അവനാച്ച് ഭയങ്കര ഒരു എല്ലാത്തിലും ഹൈപ്പർ ആക്റ്റീവ് അല്ലാത്ത സെൻസ്, എല്ലാത്തിലും അവന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അത് അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പറയും, ഇങ്ങനെ ഞങ്ങളുടെ സമ്മർ വെക്കേഷൻ നമുക്കൊക്കെ പണ്ടടച്ച കുറച്ച് സ്ഥലങ്ങൾ കളിക്കാനുണ്ട്, അല്ലെങ്കിൽ അമ്മമ്മയുടെ വീട്ടിൽ അങ്ങനെ പോകുമ്പോൾ കുറച്ച് മരത്തിൻ്റെ മുകളിൽ അങ്ങനെയൊക്കെ ഒരു ട്രഡീഷണലായിട്ട് നമ്മുടെ സമ്മർ വെക്കേഷൻ അങ്ങനെ ഇതായിട്ട് പോകും. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരാച്ച നമ്മളൊരു ഫ്ലാറ്റിലിരിക്കുന്നു, ഇപ്പോൾ അവർക്ക് ആ സ്പേസ് ഇല്ല, അതില്ല. എല്ലാ ഫ്രണ്ട്സുമാരും ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ടൂറിന് പോകും. അപ്പോൾ അവർക്ക് മെയിൻലി അവരുടെ സമയം പോകണമെന്നുണ്ട് വെച്ചാൽ ഈ TV മൊബൈലോ അല്ലാണ്ട് പിന്നെ കുറച്ചെന്തെങ്കിലും നമ്മളെന്തെങ്കിലും അക്കാഡമിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുട്ബോൾ അങ്ങനെ കുറച്ച് വീടുകളിലാണ്ട് അതും ടൈം പീരീഡ് ഉണ്ട്, ഫ്രം 1 hour അങ്ങനെയൊക്കെ. പക്ഷേ ഇതൊരു ഇറ്റ്സ് റിയലി ഒരു നല്ലൊരു കാര്യമാണ് സർ ചെയ്യുന്നത്. ഇങ്ങനെ പിള്ളേരെ ആക്ടിവിറ്റീസ് അറ്റ് ദ സെയിം ടൈം അവരെ കളിപ്പിക്കുകയും ചെയ്യുക, അവരെ അറ്റ് ദ സെയിം ടൈം കുറേയൊക്കെ അവർക്ക് മനസ്സിലാക്കുക. അത് അവൻ എൻജോയ് ചെയ്തു. ഞാൻ പറഞ്ഞിട്ടോ ഞാൻ അവനെ ഫോഴ്സ് ചെയ്തിട്ടോ ഒന്നുമല്ല. പക്ഷെ അവൻ പറയുന്നത് കുറച്ചും കൂടി നേരത്തെ ആകുമ്പോൾ ഞാൻ പോയി വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി അത് നന്നായിരുന്നു തന്നെ. ഞാൻ ലേറ്റായി, പക്ഷേ എനിവേ ബെറ്റർ ലേറ്റ് ദാൻ നെവർ പറഞ്ഞ് 10 days അവൻ റിയലി എൻജോയ് ചെയ്തു. അവൻ്റെ ഫീഡ്ബാക്കാണ് ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ട് നന്നായി പിടിച്ചു എന്നാണ് അവൻ പറഞ്ഞത്. ആൻഡ് ഐ ആം ഹാപ്പി, എൻ്റെ മകൻ ഹാപ്പി ആയാൽ ബിക്കോസ് ഞാൻ ആസ് എ മദർ ഐ ആം ദ ഹാപ്പിയസ്റ്റ്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.